കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വളരെ കോൺഫിഡൻസോട് കൂടിയാണ് ഞാൻ എല്ലായിടത്തും ഇറങ്ങുന്നത്. കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അത് മാത്രമല്ല, ജനങ്ങൾക്ക് അതിൽ വളരെ കൺവിൻസ്ഡ് ആണ്. എല്ലാ ആൾക്കാർക്കും വളരെ താല്പര്യമുണ്ട്. നിർബന്ധമായിട്ട് വീണ്ടും മത്സരിക്കുന്നത് ജനങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നെ പാർട്ടി വീണ്ടും ഇവിടെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു സംശയമില്ല, നല്ല വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുന്നതന്നെ ഞങ്ങളുടെ പ്രതീക്ഷ. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് നമ്മുടെ ഈ ലീഗ് വിമത നീക്കണ്ടല്ലോ, അത് നമുക്ക് ഒരു ഗുണം ചെയ്യുന്നതാണ് പറഞ്ഞത്. അത് എത്രത്തോളം ഗുണം ചെയ്യും? അല്ല, അത് ഞാൻ സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ, എല്ലാ സ്ഥലങ്ങളിലും. ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും ലീഗിനോട് പ്രത്യേക കാരണമൊന്നും ഇല്ലാതെ പോയി വേറൊരു പാർട്ടിയിൽ ചേർന്ന് പിന്നെ ഇങ്ങോട്ട് എതിർത്തിട്ട് നിൽക്കുമ്പോൾ ആ മണ്ഡലത്തിലുള്ള ആൾക്കാരെല്ലാവരും, UDFിന്റെ മുഴുവൻ പ്രവർത്തകരും, ലീഗ് മാത്രമല്ല കോൺഗ്രസും അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാവരോടും ഒരുമിച്ച് നിന്നുകൊണ്ടായിരിക്കും അതിനെ നേരിടുക. അപ്പൊ ഒരു വർദ്ധിത വീര്യത്തോടു കൂടിയാണ് ഈ ആൾക്കാരൊക്കെ പ്രവർത്തിക്കുന്നത്. CPM ഒരു വിഭാഗം എതിർപ്പ് കാണിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഏത് ഒരു പഴയ ഞാൻ സഹകരിച്ചിരുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ, അല്ല, ഞാൻ CPMന്റെ ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു സഹയാത്രികനായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു പാർട്ടിയാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. അവർക്ക് തത്വമില്ല, എന്ത് ചെയ്യാലും ആരും അത് ചോദിക്കാനില്ല എന്നുള്ള നിലയിലാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല നല്ല കമ്മ്യൂണിസ്റ്റുകാർ, ഇപ്പൊ G സുധാകരനെ പോലെ, കുഞ്ഞേഷ് മാഷെ പോലെ, അങ്ങനത്തെ കുറേയധികം ആൾക്കാർ, ഇങ്ങനെ ആയിഷ പോറ്റി, ഇവരൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പാർട്ടിയുടെ തെറ്റായ പോക്ക് കേട്ടിട്ടാണ്. നല്ല മനുഷ്യരൊക്കെ ഇപ്രാവശ്യം UDFനായിരിക്കും വോട്ട് ചെയ്യുക. ഒരു സംശയമില്ല, 100 ചില്ലാനും നമ്പറോട് കൂടി ഞങ്ങൾ അധികാരത്തിൽ വരും. അത് നമ്മളൊന്നിപ്പോ പറയുന്ന ഒരു കാര്യമല്ലല്ലോ, മന്ത്രി ആയതല്ലോ ഒരിക്കൽ. അപ്പൊ അത് അതൊക്കെ വേറെ കാര്യങ്ങൾ. ആദ്യം നമ്മൾ അധികാരത്തിൽ വരിക, ആദ്യം നമ്മൾ വിജയിക്കുക, അധികാരത്തിൽ വരിക, പിന്നൊക്കെ ഭാവിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഭാവി തീരുമാനിക്കുക. എന്റെ പാർട്ടിയുടെ നേതാക്കന്മാരെ തീരുമാനിക്കാൻ വളരെ പ്രാപ്തരാണെന്ന് എനിക്കറിയാം. അപ്പൊ അതിനെപ്പറ്റി ഒരു സംശയം ആർക്കും വേണ്ട. നല്ല രീതിയിലായിരിക്കും എന്ത് തീരുമാനമാണെങ്കിലും ഉണ്ടാവുക. ഞങ്ങളൊക്കെ സന്തോഷത്തോടു കൂടി എന്ത് തീരുമാനമാണ് സ്വീകരിക്കുകയും ചെയ്യും.